ഹലോ ഗൈസ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ ഗൈസ്, ഒരു വർക്കിൻ്റെ ആവശ്യത്തിനുകൊണ്ട് പോണ വഴിക്ക് ജസ്റ്റ് കയറിയതാണ്. ഇപ്പോൾ നാളെ എവിടെയാണുള്ളത്, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നത് ഇന്നലെ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കാണ് അവിടെ എത്തുന്ന പ്രാവശ്യം കാഴ്ചകൾ കാണാണ്ട് ഇറങ്ങിയാണ് ഗൈസ്. നല്ല വെയിലാണ്. ഞങ്ങളിതാ മൂന്നാളും കൂടെ ഇറങ്ങിയാണ്. ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മളിതാ കാറിനെടുത്തുള്ള ദോസ്തെടുത്ത് ഇറങ്ങിയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയതാണ്. എല്ലാവരും കൊണ്ടു നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി. എന്തായാലും ഈ സ്പോട്ടിനെ കുറിച്ച് കാണിച്ചു തരാം. ഒരു അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ബീച്ച് പോലത്തെ ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ കാര്യങ്ങൾ ഫസ്റ്റ് കാണിച്ചു തരാം. ഫുള്ള് കല്ലുമുഖയല്ലേ അല്ലേ? കല്ലുമുഖയാണ്. എടാ നിനക്ക് കാണിക്കടാ, എടാ ഒന്ന് കാണിക്ക്. കേസ് കല്ലുമുക്കായി. ഇവിടെ മൊത്തം ഇതാ കല്ലുമുക്കായാണ്. കേസ് ഇതാട്ടോ നമ്മളെ വണ്ടി. നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങി നേരെ വണ്ടി എടുത്ത് പോവുകയാണ്. ഇനി പോകുന്ന കാഴ്ചകൾ കാണാം. ഗെയ്സ് അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു മലയാളി ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ അവിടെ സൈഡാക്കിയാണ്. നമ്മളിപ്പം കർണാടകൻ്റെ ഇപ്പറാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഒരു കേരള ഫുഡ് കിട്ടുന്ന കട കണ്ടപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. രാവിലെ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചാണ്. നമ്മളൊരു 3-3:30 സമയത്ത് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ആ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയ ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയല്ല. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. എന്തായാലും രാവിലത്തെ ചായ കുടിക്കട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 10 മണീൻ്റെ അടുത്ത് ആയി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞത് ആ വണ്ടി എടുത്ത് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടുകൊള്ളു. അങ്ങനെ ഇതാ കുറേ നേരം ഡ്രൈവൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിതാ ഒരു ഉച്ചയോടെ അടുപ്പിച്ച് നമ്മളിതാ മംഗലാപുരം ടൗണിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നല്ലൊരു സ്പോട്ട് നോക്കി, വണ്ടിക്കാരൊക്കെ നിർത്തുന്ന ഒരു സ്ഥലം നോക്കി നമ്മൾ നല്ലൊരു തണലുള്ള ഒരു സ്ഥലം നോക്കി നിർത്തിയാണ്. ഇനി നമുക്ക് നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകണം. അങ്ങനെ നേരെ ആ ഹോട്ടലിലേക്ക് പോയിട്ട് നല്ലൊരു ബിരിയാണിയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ആ ഫസ്റ്റ് വണ്ടി വെച്ച സ്ഥലത്തേക്ക് തന്നെ പിന്നെയും തിരിച്ചു വന്നു. ഇവിടെ നല്ല സുഖത്ത് കിടക്കാനും കാര്യങ്ങൾക്കായിട്ട് നല്ലൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ തൊട്ട് അപ്പുറം തന്നെ വണ്ടിയിൽ ടയർ പഞ്ചർ ഒട്ടിച്ചു കൊടുക്കുന്നൊരു ഷോപ്പും ഉണ്ട്. അവിടുത്തെ ചേട്ടനാണെങ്കിലും നല്ലൊരു കമ്പനിയാണ്. ഞങ്ങളുടെ ഇവിടെ ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തന്നെ തൊട്ടപ്പുറം തന്നെ ഒരു പമ്പ് ഉണ്ടായിരുന്നു, പെട്രോൾ പമ്പ്. അപ്പം പോയി ഇന്ന് കുളിക്കാൻ നേരിട്ട് അങ്ങനെ നേരെ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞത് നേരെ ആ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി സ്ഥലം, നല്ല മരത്തിൻ്റെ ചോട്ടിലായതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതേപോലെ ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റിയ ഒരു ഡെസ്കൊക്കെ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് കടയൊക്കെ ഉണ്ട്. കടക്കാരിലെ ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളി കമ്പനിയാണ്. ഇവിടെ ഒന്ന് എത്ര നേരം വേണമെങ്കിലും എന്നൊക്കെയാണ് പറഞ്ഞത്. അവരാണ് ഈ ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റേ പമ്പൊക്കെ കാണിച്ചു തന്നത്. അവിടെ പോയി പമ്പ് പോയിട്ട് ഫ്രഷ് ചെയ്തോ, അടിപൊളി വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ ഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ പോയി എടുത്തിട്ട് ആ വണ്ടി കിടന്ന് റീൽസും കണ്ടിരിക്കുന്നു. റീൽസ് ഒളി. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ ഇനി 2-3 വണ്ടിക്കാരും കൂടെ വരാനുണ്ട്. അവരെയും വെയിറ്റ് ചെയ്താണ് നമ്മളിങ്ങനെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അവർ വന്നിട്ട് വേണം നമുക്ക് ഏതെങ്കിലും നല്ല സ്പോട്ട് നോക്കി കിടക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ നോക്കിയിരിക്കുകയാണ്. പിന്നെ വെറുതെ ബോറടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ തൊട്ടപ്പുറം തന്നെ ചെറിയൊരു കട പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചെറിയൊരു കാലി ചായ കുടിക്കാൻ നേരത്തെ അങ്ങനെ നേരെ പോയിട്ട് അവിടെ നിന്നൊരു കാലി ചായയൊക്കെ കുടിക്കുകയാണ്. സമയം ഏകദേശം ഇപ്പം രാത്രിയായി. ഞങ്ങൾ നോക്കിയിരുന്ന വണ്ടിക്ക് എത്ര നേരമായിട്ട് എത്തിക്കില്ല. അപ്പം കരുതി രാത്രിക്കുള്ള ഫുഡും കഴിച്ചിട്ട് അവരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നേരെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി
ഫുഡിന് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ വന്നതിന് ശേഷം ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോകണം. എന്നിട്ട് അവർ വന്നതിന് ശേഷം അവരെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് ഏതെങ്കിലും സ്പോട്ട് നോക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ അവരൊക്കെ വന്നതിന് ശേഷം നമ്മളിതാ നെറ്റ് വിരിക്കുകയാണ് കൊതുക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 2 വണ്ടിക്കാരും അങ്ങനെ എത്തി. കാണുന്ന ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളിന്ന് കിടക്കുന്നത്. അങ്ങനെ ഇതാ ടെൻറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ഞങ്ങളിതാ കിടക്കാൻ നോക്കുകയാണ്. ടെൻറ്റ് എന്ന് പറയാനാവില്ല, ഒരു കൊതുക് വല എന്നാ പറയാനാവും. നല്ല കൊതുകുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വിരിച്ച് ഞങ്ങളിതാ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് എണീറ്റ് നോക്കുമ്പോൾ രാവിലെയായി. ഒന്നും അറിഞ്ഞില്ലായിരുന്നു നെറ്റിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലെ മോർണിംഗ് കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടത്തിലുള്ളവരത്തിന് എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കം തന്നെയാണ്. അങ്ങനെ ഇതാ മോർണിംഗ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് ലോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്തായാലും വരും വീഡിയോകൾ ഈ മംഗലാപുരം സിറ്റിയും കർണാടകയും കാര്യങ്ങളും ലോഡ് എടുക്കുന്നതും പോകുന്നതും വരുന്നതായിട്ട് ഉള്ളൊരു ഡേ മൈ ലൈഫായിട്ട് ചെയ്യണമെന്ന് കരുതുന്നു. ഇതൊരു തട്ടിക്കൂട്ടലായിട്ട് എന്തെങ്കിലും നല്ല സ്പോട്ടൊക്കെ കണ്ടാൽ എടുക്കാമെന്ന് എഴുതി എടുത്തായിരുന്നു. നല്ല സ്പോട്ടും കാര്യങ്ങൾക്കൊന്നും നമുക്ക് പോകാനായിട്ടില്ല. ആകെ ഫസ്റ്റ് പോയ സ്ഥലത്തേ പോകാനായിട്ടുള്ളൂ. എന്നാലും വരും വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.